തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിക്കുകയാണ്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ടി.വി.കെ അധ്യക്ഷൻ വിജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വൻ വിജയത്തോടെ തമിഴ്നാട്ടിൽ തുടർഭരണം ഉണ്ടാകുമെന്നായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. എന്നാൽ DMK-യെ ജനങ്ങൾ കൈവിടുമെന്നായിരുന്നു ടി.വി.കെ അധ്യക്ഷൻ വിജയ് പ്രഖ്യാപിച്ചത്. 2011 മുതൽ വിജയക്കുതിപ്പ് തുടരുന്ന കൊളത്തൂരിൽ തന്നെയാണ് ഇത്തവണയും സ്റ്റാലിൻ പോരിനിറങ്ങുന്നത്. DMK പ്രവർത്തകർക്കൊപ്പമെത്തിയാണ് പത്രിക നൽകിയത്. ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളും ജനം അംഗീകരിക്കുമെന്ന് സ്റ്റാലിൻ. ക്ഷേമ പെൻഷൻ വർധനവടക്കം വൻ ആനുകൂല്യങ്ങളാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK-യുടെ വാഗ്ദാനങ്ങൾ. തമിഴകത്ത് അട്ടിമറി ലക്ഷ്യമിട്ട് ആദ്യ പോരിനിറങ്ങുന്ന ടി.വി.കെ അധ്യക്ഷൻ വിജയ് പേരമ്പൂർ മണ്ഡലത്തിൽ ഇന്ന് പത്രിക നൽകി. പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയിലായിരുന്നു വിജയുടെയും വരവ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയ് മത്സരിക്കുന്നുണ്ട്. വിജയുടെ തിരഞ്ഞെടുപ്പ് റാലികൾക്കും തുടക്കമായി. DMK സർക്കാരിനെ ജനം തൂത്തെറിയുമെന്നും തുടർഭരണമെന്നത് സ്വപ്നം മാത്രമാണെന്നും പ്രവർത്തകരോടുള്ള അഭിസംബോധനയിൽ വിജയ് പറഞ്ഞു. അതിനിടെ വിജയുടെ പരിപാടിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് ടി.വി.കെ കുറ്റപ്പെടുത്തി. ആൾക്കൂട്ടം അധികമായതിനാൽ വെള്ളിവക്കത്ത് നടത്താനിരുന്ന റാലി ടി.വി.കെ ഉപേക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.